വെൽക്കം ബാക്ക് ടു ഹാൻഡ്സ് കിച്ചൺ. അപ്പോൾ നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മക്കളൊക്കെ ഇതാ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും. ഞാൻ അപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ന്യൂകാസിൽ സെൻട്രൽ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് സ്കോട്ട്ലൻഡിലേക്കാണ്, എഡിൻബ്രോയിലേക്ക്. അപ്പോൾ നമ്മളൊരു 2 days സ്റ്റേക്കേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പോകുന്ന വഴി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. വലിയ കുഴപ്പമില്ലാത്ത വെതറാണെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ടുള്ള വിൻ്റർ, ആ തണുപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിക്കുന്നു എൻജോയ് ചെയ്ത് പോയിട്ട് വരാമെന്ന്. നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തതാ, ചെക്ക് ഇൻ ചെയ്തു, പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ സമയമായി ഏകദേശം. മോള് പെട്ടി തരുന്നില്ല, മോൾ അതുമായിട്ട് നടക്കുക. നമ്മുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട്. ജോഹർക്ക അഡ്വക്കേറ്റാണ് ഇവിടെ സണ്ടർലാൻഡിൽ. പിന്നെ മൂപ്പര വൈഫ് മുബിയും 2 കുട്ടികളും പിന്നെ നമ്മളും. അപ്പോൾ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. ട്രെയിനിൻ്റെ ടൈമായി ഏകദേശം. അപ്പോൾ ഇതാ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ട്രെയിനിൽ കയറാൻ പോകുന്നത്. നല്ല എക്സൈറ്റഡ് ആണ് ഞാൻ. ഇനിയിപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് ബാക്കി പറയാം കേട്ടോ. എനിക്ക് നന്ന് നിങ്ങൾ അങ്ങനെ ട്രെയിൻ ന്യൂകാസിൽ നിന്ന് എടുത്തു. ന്യൂകാസിലിൻ്റെ സിറ്റി സെൻറ്ററും പിന്നെ കീ സൈഡും ആ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ നാട്ടിൽ നിന്നും വളരെ കുറച്ച് ട്രെയിനിൽ കയറിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രെയിനിൽ കയറുന്നത്. അപ്പോൾ കുട്ടികളെ പോലെ തന്നെ ഞാനും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവര് ഡോഗിനെ കൊണ്ട് ആ സൈഡിൽ പോകും. നോക്ക്, this is so cool. ഫാം ലാൻഡ്സ് ആട്ടോ ഈ കാണുന്നത്. ഇതിപ്പം വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ് ആവാനായല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഫീൽഡിലൊക്കെ പുല്ലും ഇതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബസ്സിലും കാറിലും ഒക്കെ യാത്ര ചെയ്യുന്നത് നല്ല രസമാണല്ലേ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ. ഇപ്പോൾ ന്യൂകാസിലിന് ട്രെയിൻ എടുത്തിട്ടൊരു 1 മണിക്കൂറായിട്ടില്ലല്ലേ, ഒരു 3/4 മണിക്കൂറായിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ കാലാവസ്ഥയൊക്കെ പതുക്കെ മാറി തുടങ്ങി. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് ഉണ്ണിയപ്പം. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിരുന്നപ്പോൾ മോൾക്ക് ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ മോളായിട്ട് ഞാൻ വന്നതാണ്. വാഷ്റൂമും ഈ പറയുന്ന പോലെ ഫ്ലൈറ്റിലെ പോലെ തന്നെ സെയിം, നല്ല നീറ്റ് ആൻഡ് ക്ലീനൊക്കെയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ വാഷ്റൂമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ട്രെയിനിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് നമുക്ക് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് സീയാണ്. ഭയങ്കര രസമുള്ള കാഴ്ചയല്ലേ. നമ്മൾ കാറിൽ പോകുമ്പോഴും ഇതിങ്ങനെ കാണാം, പക്ഷേ ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ കാറിൽ നിന്ന് കാണുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. പക്ഷേ ഇത് ട്രെയിൻ കുറച്ചും കൂടെ ഉയരത്തിലാണ് പോകുന്നത്, അപ്പം നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനിത് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. നല്ല വ്യൂ ആണ്. ട്രെയിൻ കണ്ടോ, അവിടെ ഒരു ലൈറ്റ് ഹൗസ് കണ്ടോ, ഒരു ലൈറ്റ് ഹൗസ് കാണുന്നത് കണ്ടോ ദൂരെ. ട്രെയിൻ ഏതോ ഒരു സ്റ്റേഷനിൽ അടുക്കാറായിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അതോ ഇനിയിപ്പം ഏതോ ഒരു ടൗണിൻ്റെ ഭാഗത്തൂടെയാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലം. എനിക്ക് തോന്നുന്നു ഇത് സ്റ്റേഷൻ അടുക്കാറായിട്ടുണ്ട്. ബർബിക്കോൺ ട്വീഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനും പിന്നെ വേവേർലി എഡിൻബ്രോ സ്റ്റേഷനും ആണുള്ളത്. 2 സ്റ്റോപ്പാണുള്ളത്. അപ്പം ഇത് ബർബിക്കോൺ ട്വീഡ് തന്നെയാണ്. കാരണം ട്രെയിൻ എന്തായാലും സ്റ്റോപ്പ് ആവാൻ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ആ ബ്രിഡ്ജും ആ റിവറും ആ സീയും കൂടെ കൂടി ചേരുന്ന ഭാഗമൊക്കെ ആണെങ്കിൽ എന്തൊരു രസമാണ്. ഭയങ്കര വ്യൂ ആണ് കേട്ടോ. എനിക്ക് എഡിൻബ്രോ പതുക്കെ എത്തിയാലും കുഴപ്പമില്ല. ഈ കാഴ്ച ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലോ. ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല. ഈ വാതിലിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാനും പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് പാസഞ്ചേഴ്സ് കയറണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് മാറിക്കൊടുക്കേണ്ടി വരും. ഇപ്പം നമുക്ക് സീറ്റിൽ പോയി ഇരിക്കാം. അതായിരിക്കും നല്ലത്. ഇനിയിപ്പം ഇവിടുന്ന് ഇനി ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ സ്റ്റേഷൻ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പിലായിരിക്കും നിർത്തുന്നുണ്ടാവുക. അത് എത്രയേ ഉള്ളൂ. ഈ 2 ന്യൂകാസിൽ നിന്ന് പിന്നെ ഈ 2 സ്റ്റോപ്പാണുള്ളത്. ബർബിക്കോൺ ട്വീഡ്. അവിടുന്ന് പിന്നെയും കടൽ തന്നെയാണ് കേട്ടോ കാഴ്ച. എൻ്റെ കാഴ്ചയെ മറിച്ചുകൊണ്ടൊരു ട്രെയിൻ പോയി ഇപ്പോൾ. അത് ശരിയാണല്ലോ. സിയും ആകാശം ഒരുമിച്ച പോലെ ഉണ്ടല്ലോ. അതെ, സീന്ന ഉപ്പ്. അതായത് നമ്മൾ ബൈ കാറ് പോകുമ്പോഴത്തേക്കും കാറ് പോകുന്ന റോഡാട്ടോ ആ കാണുന്നത്. അങ്ങനെ നമ്മളിതാ എഡിൻബ്രോ സ്റ്റേഷൻ എത്തി. വേവേർലി സ്റ്റേഷൻ. ഇറങ്ങു മോനെ, ഇറങ്ങ് ബേബി, ഇറങ്ങ്. പാസഞ്ചേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് മോളെ. നമ്മൾ എഡിൻബ്രോയിൽ ഇറങ്ങി കേട്ടോ. എല്ലാവരും ബാഗേജസൊക്കെ എടുത്തു. ഇതാണ് എഡിൻബ്രോ വേവേർലി സ്റ്റേഷൻ. അയ്യോ, ഇതൊരു വലിയ സ്റ്റേഷനാണ് കേട്ടോ. നമ്മുടെ ന്യൂകാസിൽ സ്റ്റേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് വലുതാണ്. നമ്മുടെ ന്യൂകാസിൽ ചെറുതാണ്. ഇത് പിന്നെ സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണല്ലോ എഡിൻബ്രോ. വാ മക്കളെ, വേഗം നടക്ക്. ഫസ്റ്റ് ലെവൽ വരെ എസ്കലേറ്റർ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ എന്തോ പണി നടക്കുന്നുണ്ട്. എസ്കലേറ്റർ അല്ല. അപ്പോൾ ഇനി ഈ പെട്ടിയായിട്ട് ലിഫ്റ്റ് കാത്ത് നിൽക്കുക. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ്റെ മേലേക്ക് വന്നു, പുറത്തിറങ്ങി. എഡിൻബ്രോ സിറ്റിയുടെ കാഴ്ചകളാട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അതായത് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ. ക്യാസിൽ ദൂരെ കാണാം, സ്റ്റേഷൻ താഴെ. അവിടെ എനിക്ക് ഓൺ ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മളുടെ അക്കോമഡേഷനിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ മുബിയുടെ കസിൻ ബ്രദറാണ് നമുക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു അപ്പാർട്ട്മെൻറ്റ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നത്തേക്ക് ഫ്രീ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് മാരിയറ്റിൽ റൂം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനിയിപ്പം ഉള്ളിലേക്ക് ചെക്ക് ഇൻ ചെയ്യുകയും ബാക്കി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങാം, ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഇത് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസിലാണ് കേട്ടോ ഈ മാരിയറ്റ് ഹോട്ടലുള്ളത്. നല്ല രസമാണിത്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അപ്പുറത്തൂടെ റെയിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് കയറി. നിങ്ങൾ രണ്ടാളും നിന്ന് കുശിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിലെ ലോബി. അപ്പം ഇവർ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളായിട്ട് അവിടെ കുറച്ച് നേരം ഒന്നിരുന്നു. അതിനുശേഷം കീ ഒക്കെ വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ അവരിതാ കീ ഒക്കെ വാങ്ങിച്ചു നമ്മൾ റൂമിലേക്ക് പോവാണ്. നമ്മുടെ അക്കോമഡേഷൻ റെഡിയാക്കി തന്ന ലുക്മാൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോവാണ്. നമ്മുടെ റൂംസ് 362 ആൻഡ് 364 ആണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് കയറി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. 2 ഡബിൾ ബെഡൊക്കെ ഇട്ട് നല്ലൊരു ടോയ്ലറ്റും പിന്നെ നല്ല വ്യൂ ആണ് പുറത്തേക്ക്. നമ്മുടെ റൂമിൻ്റെ പുറത്തേക്ക് നല്ല വ്യൂ ഒക്കെ ആയിട്ട് നല്ലൊരു റൂം തന്നെയായിരുന്നു. നമ്മൾ പിന്നെ അവിടെ നിന്ന് തന്നെ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പം വെറുതെ ഒന്ന് സിറ്റിയിൽ കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുന്ന് പിന്നെ ഇനി നമ്മൾ ബസ്സിലാട്ടോ പോകുന്നത്. കാരണം ഇന്ന് നമുക്ക് വണ്ടി കിട്ടിയിട്ടില്ല. നമ്മൾ ട്രെയിനിലല്ലേ വന്നത്. അപ്പം നമുക്ക് നാളെ ഉള്ളൂ വണ്ടി കിട്ടുള്ളൂ. നമ്മൾ റെൻറ്റിന് വണ്ടി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളത്തേക്കേ വണ്ടി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കറങ്ങാൻ പോകുന്നത് ബസ്സിലാണ്. സിറ്റി സെൻറ്റർ ബസ്സിൽ പോയിട്ട് പിന്നെ അവിടുന്ന് നടന്ന് കാണുക. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ബസ്സിന് വരാം. അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും വരുന്ന വഴി ആ വ്യൂ ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഇനി സമ്മറിൽ ഒന്നും കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ സിറ്റി സെൻറ്റർ എത്തി. ഇനിയിപ്പം ഇവിടുന്ന് നമ്മൾ വെറുതെ കുറച്ചൊരു വെറുതെ നടന്ന് സിറ്റിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ സിറ്റിയുടെ ഈ ഭാഗത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാസിൽ കാണാൻ പറ്റും. ഈ സ്ട്രീറ്റിൻ്റെ പേര് പ്രിൻസസ് സ്ട്രീറ്റ് എന്നാണ് കേട്ടോ. എഡിൻബറോയിലെ പ്രിൻസസ് സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കാസലിൻ്റെ. ഈ കാസലിൻ്റെ താഴത്തായിട്ട് പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസ് ആണ് കേട്ടോ. 2 പബ്ലിക് പാർക്സ് കമ്പൈൻ ചെയ്ത് പ്രിൻസസ് സ്ട്രീറ്റ് ഗാർഡൻസ് എന്നാണ് പറയുന്നത്. സ്ട്രീറ്റിൽ പിന്നെ കുറേ പേസ്ട്രി ഷോപ്സ്, പിന്നെ ലഷിൻ്റെ നമ്മുടെ ബാത്ത് ഐറ്റംസ് ഒക്കെയുള്ള ലഷിൻ്റെ ഷോപ്പ്, പിന്നെ വേറെ കുറച്ച് അപ്പുറത്ത് ആയിട്ട് കുക്കീസിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്. അങ്ങനെ കുറേ പിന്നെ അത്യാവശ്യം മിക്കവാറും എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഷോപ്സ് ഉണ്ട് കേട്ടോ. റിവർ ഐലൻഡ്, അതേപോലെ ലിവൈസ്, എല്ലാത്തിൻ്റെയും ഷോപ്സ് ഇവിടെ ഉണ്ട്. അത്യാവശ്യം തിരക്കുള്ളൊരു സ്ട്രീറ്റാണിത്. ഒന്നാമത് UK വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എഡിൻബറോ. അപ്പം പിന്നെ ക്യാപിറ്റൽ സിറ്റിയും കൂടെയാണ് സ്കോട്ട്ലൻഡിൻ്റെ. എഡിൻബറോ എന്ന് പറയുന്നതാണല്ലോ സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്ക്. പിന്നെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല തിരക്കുള്ളൊരു സിറ്റിയാണ്. നല്ല രസമാണ്. ഈ ഒരു വോക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും, കുട്ടികളും വലിയവരും ഒക്കെ. നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെയല്ലേ വന്നത്. അതുകൊണ്ട് വലിയ ടയർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് 1-2 പേരെ കാണാനുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന സ്റ്റുഡൻസായിട്ട് വന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ട് കുറേ നേരം സംസാരിച്ചു നമ്മൾ. പിന്നെ നമ്മൾ അവിടെ തന്നെയുള്ളൊരു ഹലാൽ KFCയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടെ സിറ്റിയിലൊന്ന് കറങ്ങി അവിടെ തന്നെയൊക്കെ വന്ന് നിന്ന് കുറച്ച് നേരം കൂടെയൊക്കെ ഒന്ന് ആസ്വദിച്ച്. നമ്മുടെ ബസ് സ്റ്റോപ്പ് അതിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ തന്നെ വന്ന് നിന്ന് കുറച്ച് നേരം കൂടെയൊക്കെ സിറ്റി ആ ഒരു വൈബൊക്കെ ഒന്നും കൂടെ ഒന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ പിന്നെ അവിടെ പൂളിൽ കുട്ടികളും ഒക്കെ എല്ലാവരും സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റെഡിയായി. പിന്നെ ഇന്ന് നമ്മൾ ഇവിടെ ഫുള്ളും കറങ്ങാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം ഹോട്ടലിൽ നിന്ന്. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് അറേഞ്ച് ചെയ്ത് ചെയ്യാമെന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ്
ഇന്നത്തേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് അപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരുന്നത്. ഒരു 2-3 ഡേയ്സിൻ്റെ ട്രിപ്പാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സാധനങ്ങളായിട്ടാട്ടോ ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ നാളത്തെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.